വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. ഇന്ന് നമ്മൾ കൊങ്കനാട് സ്പെഷ്യൽ മഹാറാണി ചിക്കൻ ആണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സ്റ്റാർട്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് നെയ്ച്ചോറിനും പുലാവിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 പച്ചമുളകും 15 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകരുത്. പൾസ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് പൾസ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മളെ ചിക്കനിലേക്ക് ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലപോലെ കിട്ടുക. ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വറുത്തു പൊടിച്ച ജീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജീരകം പാനിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന കോലുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ മുട്ടയുടെ നനവും ചിക്കനിലത്തെ നനവൊക്കെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലപോലെ തന്നെ കോട്ടായി കിട്ടും. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒന്നായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, 2 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഒരു ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴായിരിക്കും ചിക്കനൊക്കെ ഉൾഭാഗമൊക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് കിട്ടുക. ചിക്കനിലേക്ക് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മസാലയൊന്നും എണ്ണയിലേക്ക് അങ്ങനെ പിരിഞ്ഞ് വന്നിട്ടില്ല. അല്ലാതെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ എണ്ണയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇതിപ്പോൾ ചിക്കനിൽ നല്ല പോലെ തന്നെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കും, നമ്മൾ മുട്ട ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട്. അതിനു വേണ്ടിയിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സബോള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 10 വറ്റൽമുളക് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ ശേഷം മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സബോള ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് അങ്ങനെ വഴന്ന് കളറൊന്നും മാറി ബ്രൗൺ കളറൊന്നും ആവരുത്. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ സബോളയൊക്കെ ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. സബോളയുടെയും വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് നല്ലപോലെ തന്നെ ഇറങ്ങി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനെടുത്ത എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്തു പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ സബോളയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പൊടികളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊങ്കനാട് സ്പെഷ്യൽ മഹാറാണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.